തെളിയുന്ന സമയം തുരുത്തിക്കാടെന്ന സമയം വ്യഭിചാരത്തിന്റെ നടുമുറിയിൽ നിന്ന് ആശാരി എന്ന് പിറവിയെടുത്തു തന്തയില്ലേലും കുഴപ്പമില്ലല്ലോ കൊല്ലിന്റെ കൂടുമ്പം നശിച്ചു കാണണം വ്യഭിചാരം വ്യഭിചാരം പ്രസന്നയുടെ വ്യഭിചാരം 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 പ്രസന്നെ കൊണ്ടുള്ള വ്യഭിചാരം അമ്മയ്ക്കും പെങ്ങൾക്കും ഒരുപോലുള്ള വ്യഭിചാരം നടയിൽ സമർപ്പിക്കും ഇവർക്കുള്ള വ്യഭിചാരം പ്രസന്ന പറയുന്നു, ഞാൻ അങ്ങോട്ട് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ തൊട്ട് പ്രസന്ന പറയുന്നു, പ്രസന്ന ഭയങ്കര പരിവൃതയാണ്. അവരെ ആരും ഒന്നും ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ പിന്നെയും പറയാമെന്ന് ചിന്തിക്കരുത്. ഓരോരുത്തരുടെയും പേര് പറയുക എന്ന് ചിന്തിക്കുകയേ ചെയ്യരുത്. വാമദേവൻ ഓതറ മന്ത്രവാദി എന്തിനാ തല്ലിച്ചത് പെരയ്ക്കകത്തിട്ട്? പിന്നെ ഉച്ചിമുറ്റത്ത് വീട്ടിൽ നിന്ന് അടി കിട്ടി പ്രസന്നയ്ക്ക്, കെട്ടിയിട്ട് പുറമറ്റം കവലയുടെ അപ്പുറത്ത് ഒരു റബ്ബറും കാലായിലുള്ള വീട്ടിൽ നിന്ന് അടി കിട്ടി പ്രസന്നയ്ക്ക്, അതും കെട്ടിയിട്ട് അടിച്ചത് പ്രസന്നെ. വ്യഭിചരിക്കാൻ പോയതല്ല, തടവാൻ പോയതാ ഈ അടിയൊക്കെ കിട്ടുന്നത്. അതുകൊണ്ട് പരിവൃത അങ്ങ് ചമയണ്ട. നമ്മുടെ കീഴ്വായ്പൂരിരുന്ന ഒരു പഴയ ഒരു SI ഉണ്ടായിരുന്നു, ചന്ദ്രശേഖരൻ സാറ്. ഈ 4 പേരെ വിളിച്ച് ചോദിച്ചായിരുന്നു, ഒറ്റ തന്തയ്ക്ക് പറഞ്ഞതല്ലല്ലോ, ഇതെന്തുവാ പല പല ഇതായിട്ടിരിക്കുന്നതെന്ന്. ആ ഒരു SI മാത്രമേ കീഴ്വായ്പൂര് നല്ലതായിട്ട് ഇവരെ എല്ലാം വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചിട്ടുള്ളൂ. ഈ കീഴ്വായ്പൂര് വന്നേക്കുന്ന പോലീസുകാരെല്ലാം, ബാക്കിയുള്ള പോലീസുകാരെല്ലാം എന്തൊക്കെയാണെന്നുള്ള ജനങ്ങൾ വിധിയിരുത്തുക. ഞാൻ പറയുന്നില്ല. കാര്യം എന്താ, ഞാൻ പറഞ്ഞാൽ ആവാസത്തരമായിട്ട് മാറും. അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇവരെ ഒന്നിച്ച് സ്റ്റേഷനൊന്നും വരുത്തിക്കാം, അല്ലേ വേണ്ട പത്തനംതിട്ടയ്ക്കൊന്ന് വരുത്തിക്കാം. ഈ 4 എണ്ണത്തിനെ, അതായത് വിജയനായാലും ശരി, ആരായാലും ശരി, എല്ലാവരെയും വിളിച്ചു വരുത്തിയപ്പം പ്രസന്ന മാത്രം അന്നേരം മാത്രം ബസ്സേല കയറി വന്നത്. ഗുരുജിയും ചെല്ലപ്പനും ഇവരെല്ലാം പലരുടെ വണ്ടിയെ വന്നല്ലോ. ഈ നാട്ടിലുള്ള മിക്ക ആൾക്കാരും അവിടെ വന്നല്ലോ. പഞ്ചായത്ത് മെമ്പർമാരെ, പല ആൾക്കാരും. അന്ന് എൻ്റെ ഫോൺ ജാമർ വെച്ച് സർക്കിള് ഡിലീറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ആ വീഡിയോസ് ഞാൻ ഓരോന്നും കാണിക്കായിരുന്നു. എല്ലാവരും വന്ന് സംസാരിക്കുന്നതും എല്ലാം. ഒരു പോലീസുകാരൻ ചോദിക്കുന്ന അവൻ്റെ കലിപ്പ് എൻ്റെ ഫോണിനകത്തുണ്ടായിരുന്നു, അവൻ്റെ ആ ധാർഷ്ട്യം എന്തുവാന്നുള്ളത്. ആ സമയത്ത് ഉച്ചിമുറ്റത്തെ ആള് ആ മുറ്റത്തുണ്ടായിരുന്നു. അതായത് കീഴ്വായ്പൂര് ഒരു വേറൊരു കേസിൽ അവരെ പൈസ അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി നിന്ന് ചളുമ്പുന്നത് ഞങ്ങൾ കണ്ടതാണ്. ആ കേസിലെ പരാതി തൊട്ട് ഓരോ പരാതികൾ കീഴ്വായ്പൂരിൽ നിന്ന് എടുത്ത് ഒന്ന് വായിച്ചു നോക്ക് നിങ്ങൾ എന്താണെന്നുള്ളത്. പിന്നെ ഞാനിപ്പോൾ നാണം കെടുത്താൻ പോയാൽ, അതായത് പഴയ വീഡിയോകൾ ഇടാൻ പോയാൽ, എന്നെ സൈബർ സെല്ല് അറസ്റ്റ് ചെയ്യിപ്പിക്കാനായിട്ടാണ് ഇവരുടെ കളി. ഞാനത് ചെയ്യത്തില്ല. സൈബർ സെല്ല് ഓഫീസിൽ എല്ലാ ആൾക്കാർക്കും ഞാൻ എൻ്റെ ഈ വീഡിയോകൾ അയച്ചു കൊടുക്കുന്നുണ്ട്. ADGPക്കായാലും കൊള്ളാം, ആർക്കായാലും കൊള്ളാം, എല്ലാം ഓരോ വീഡിയോകളും ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. എന്നെ അറിയുന്ന ആൾക്കാർക്ക് ഓരോരുത്തർക്കും ഞാൻ ഈ വീഡിയോസ് അയച്ചു കൊടുക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും എന്നെ അറസ്റ്റ് ചെയ്യാം. പക്ഷേ പ്രസന്നയ്ക്ക് ഒരു ഭർത്താവിനെ ഉണ്ടാക്കി കൊടുക്കണം. കേന്ദ്ര സർക്കാരായാലും ആരായാലും പ്രസന്നയ്ക്കൊരു ഭർത്താവിനെ ഉണ്ടാക്കി കൊടുക്കണം. ഭാരതാംബയുടെ ഫോട്ടോ മാറ്റി ചെന്നീൻ തൊട്ട് പ്രസന്നയുടെ ഫോട്ടോ വെക്കണം. കാര്യം ഏറ്റവും വലിയ സെക്സിന്റെ ഈ ഏറ്റവും വലിയ ഗിന്നസ് ബുക്കാണല്ലോ വലിയ റെക്കോർഡ്. അതിനി മാറ്റണം. ഗിന്നസ് ബുക്ക് എന്നുള്ള പേര് മാറ്റണം, പ്രസന്ന ബുക്ക് എന്നാക്കണം.
അതാകുമ്പോൾ നല്ലതായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ റോഡിൽ കിടന്നുള്ള വ്യഭിചാരങ്ങൾ, പല പല വ്യഭിചാരങ്ങൾ, പോലീസുകാർക്ക് പ്രത്യേകം പ്രത്യേകം വ്യഭിചാരങ്ങൾ, നെയ്തേലി വ്യഭിച്ചാൻ ചത്തത് കൂടോത്രം ചെയ്തിട്ടല്ല. പലരും അങ്ങനെ ഈ തൊട്ട അയലോക്കത്ത് മോന് വർക്ക്ഷോപ്പ് ഇടാനായിട്ട് ഒരു പയ്യനെ കൊന്നായിരുന്നു. 45 വയസ്സെങ്ങാണ്ടേ ഉള്ളായിരുന്നു. അത് അറ്റാക്ക് വന്ന് പെട്ടെന്ന് അങ്ങ് ചത്തുപോയി. കൂടോത്രം ഒന്നും അല്ല, നല്ലതാ അവർക്ക്. എല്ലാ ആൾക്കാരും. പിന്നെ മൊക്കൊക്കെ മോന്, അതായത് പ്രശാന്ത് മോൻ എന്ന് പറയുന്ന മോന് കടമാങ്കുളത്തൊന്ന് കെട്ടിയിട്ടൊന്നും അടിച്ചിട്ടൊന്നുമില്ല. കാര്യം എന്താ, ഓട്ടോയിൽ ബോധമില്ലാതെ കൊണ്ടുവന്ന് അടിയൊന്നും കിട്ടിയതല്ല, ആരാണ്ട് പിടിച്ച് ചെറിയ തടവീതാ, അതുകൊണ്ടാ കേട്ടോ. പിന്നെ കൊത്തരായ്മ എന്ന് പറയുന്ന രായ്മയുടെ പെരയ്ക്കകത്തൊന്നും അടി കിട്ടിയിട്ടില്ല, ഒരു പെരയ്ക്കകത്തൊന്നും അടി കിട്ടിയിട്ടില്ല എങ്ങും. അവരൊക്കെ നല്ല ആൾക്കാരാ. എനിക്ക് മാത്രം അടി കിട്ടിയിട്ടുള്ളത് വേശിയുടെ മോന് തീറ്റി കൊടുത്തത്. അമ്മ വ്യഭിചരിക്കാൻ പോകുമ്പോൾ, ലോഡ്ജുകളിൽ വ്യഭിചരിക്കാൻ പോകുമ്പോൾ തീറ്റി കൊടുക്കണ്ടേ? തീറ്റി കൊടുക്കാൻ അന്ന് ആരുമില്ലല്ലോ. ഇവിടെ കരയൊഴിവായിട്ട് കിടക്കുന്നവരല്ലേ. അന്നേരം പിന്നെ തിന്നാനായിട്ട് നല്ല സങ്കേതമല്ലേ. തീറ്റി കൊടുത്തതിന് നന്ദിയാ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മുട്ടത്തിൽ നിന്ന് തല്ലി ഓടിച്ചിട്ടില്ല ഇവര്. പിന്നെ പാണ്ടിമണി എന്ന് പറയുന്ന മണിയനൊന്നും അവർ ഏറ്റെടുത്തിട്ടൊന്നുമില്ല, ജാതി ചേർത്തിട്ടൊന്നുമില്ല. അതുകൊണ്ടാ അവരെ നല്ല ആൾക്കാരാ. ഒന്ന് ഓർപ്പിക്കുക ഞാൻ പിന്നെ അവരെല്ലാം നല്ല ആൾക്കാരാ കേട്ടോ. തുരുത്തിക്കാട്ടി കൊല്ലന്മാരുടെ കൂട്ടത്തിലല്ല ശ്രീധരൻ കെ പി ഉണ്ടായത്, വേറെ കെ പി ഉണ്ടായതാ. രാജമ്മയും ഇവരെല്ലാം വ്യഭിചാരം ചെയ്യുന്ന ആൾക്കാരല്ലല്ലോ, നല്ല ആൾക്കാരല്ലേ. അതുകൊണ്ടാ. പിന്നെ കൊടി പിടിക്കാൻ പോയപ്പോൾ പറി പിടിച്ചിങ്ങ് പോരുന്നേ ഉള്ളൂ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആലിൻ്റെ ചോട്ടിൽ വക്കീലുമായിട്ട് നിന്ന് തെളിവ് കാണിക്കാൻ ചോദിച്ചപ്പം തെളിവ് കാണിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവരിങ്ങ് പോരുന്നു. അന്നേരം ആ പുള്ളി ഒരു ബോധമുള്ളൊരു പുള്ളിയായിരുന്നു. ആ പുള്ളി അറ്റാക്ക് വന്ന് SI പ്രായമുള്ളായിരുന്നു. ആ പുള്ളിക്ക് ബോധമുണ്ടായിരുന്നു. ഇവൻ എന്നാടാ ഇങ്ങനെ പറയുന്നു, തെളിവ് കാണിക്കാം, ഈ 2 ടീമുകളെ കയറ്റി നിർത്താൻ പറഞ്ഞപ്പോഴത്തേക്ക് ബാക്കിയുള്ളവരിങ്ങ് പോരുന്നു. പ്രസന്നയും വേറെ ഒരാളുടെ പേരിപ്പോൾ പറയുന്നില്ല. അത് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അത് ഒരു വേറൊരു ഒരു 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 ഇതൂടെ വരണം. അതുകൊണ്ടാണ്. അത് വീഡിയോ ഇടണമെങ്കിൽ നിർബന്ധം പറഞ്ഞാൽ മതി, കമൻ്റായിട്ട് ഇട്ടേച്ചാൽ മതി. ആൾക്കാർ നല്ലതായിട്ട് കമൻ്റ് ഇടുക. നിങ്ങൾ വീഡിയോ ഇടുക, നിങ്ങൾക്ക് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ വീഡിയോ ഇടുക. ഹൈക്കോടതി കൊണ്ട് കൊടുക്കണ്ട. ഹൈക്കോടതി കൊണ്ട് കൊടുത്തേക്കുന്ന കാരണം കൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത്. അല്ല ഞാൻ ഇട്ടേനെ, CD ഒരു 2 എണ്ണമാക്കി അങ്ങോട്ട് കൊടുത്തായിരുന്നു. അതുകൊണ്ടാണ്. അതിൻ്റെ പേപ്പർ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അത് കേസ് എടുത്തിട്ടില്ല. എടുത്തതായിരുന്നെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. അവരത് ഹൈക്കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് റിജക്റ്റ് ആക്കി വെച്ചേക്കുക. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഞാൻ നേരിട്ടാണ് ലെറ്ററിനകത്താണ് വെച്ച് CD ആക്കി അയച്ചു കൊടുത്തത്. അല്ലായിരുന്നെങ്കിൽ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, അത് റിജക്റ്റ് ചെയ്യത്തില്ലായിരുന്നു. വക്കീൽ മുഖേനം കൊടുത്തിരുന്നെങ്കിൽ അത് റിജക്റ്റ് ചെയ്യത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ മിണ്ടാതിരിക്കുന്നത്. കാര്യം എൻ്റെ വക്കീലന്മാരെ ഇതിൻ്റെ കാരണം പറഞ്ഞ്, അത് വിശ്വകർമ്മ സമുദായത്തിൽ നിന്ന് ഭീഷണി മുഴക്കി ആൾക്കാരെ മാറ്റി നിർത്തിയേക്കാണ് വക്കീലന്മാരെ. അത് കാരണം കൊണ്ടാണ് എനിക്കിപ്പം കോടതിയിൽ ഈ പേപ്പറുകളൊന്നും അയക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടായത്. വേറെ വക്കീലന്മാർ, ബഹുമാനപ്പെട്ട ആൾക്കാർ വേറെ വക്കീലന്മാരെ ഏർപ്പാടാക്കി തരാമെങ്കിൽ ഇവർക്ക് നല്ല ഒരു സ്വീകരണ മുറി ഒരുക്കി കൊടുക്കാനായിട്ട് എന്നെ കൊണ്ട് കഴിയും. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അതങ്ങനെ ഇനി മേലിൽ ഒരു ജാതിക്കും ഈ മുടിഞ്ഞ പണി കാണിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ നല്ലതായിട്ട് പ്രയത്നിച്ചിട്ടുണ്ട്. നല്ലതായിട്ട് എൻ്റെ കൂടെ സഹായിച്ച ആൾക്കാർ നിരവധിയാണ് ആൾക്കാർ. ഇവർ ചെന്ന് പറഞ്ഞ ആൾക്കാർ മൊത്തം എന്നെ സഹായിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നിലപാടിൽ ജീവിക്കുന്നത്. അല്ലേ എന്നെ അവിടുത്തെ കീഴ്വായ്പൂരുള്ള നേരത്തെ ഇരുന്ന പോലീസുകാർ ചോദിച്ചു നോക്കൂ. അൻസിം സാർ തൊട്ട് പല ആൾക്കാരുണ്ട് കീഴ്വായ്പൂര്. ഒരുത്തനെ ജീപ്പ് പിടിപ്പിച്ച് കൊന്ന ആള്, അങ്ങനെയുള്ള പല ആൾക്കാരുണ്ട്. എന്നെ നിരന്തരം ശല്യം ചെയ്ത കാര്യങ്ങൾ ഓർത്തു നോക്കുക. എൻ്റെ വർക്ക്ഷോപ്പ് പൂട്ടിച്ചപ്പോൾ ഞാനൊരു മഞ്ഞ പേപ്പർ വലിച്ചു കീറിക്കളഞ്ഞപ്പോൾ, SSI ഓഫീസിലെ ഒരു മഞ്ഞ പേപ്പർ വലിച്ചു കീറിക്കളഞ്ഞപ്പോൾ, എൻ്റെ ആ കീഴ്വായ്പൂരിൻ്റെ വാതുക്ക വെച്ച് മഞ്ഞ പേപ്പർ വലിച്ചു കീറിയപ്പോൾ ഞാൻ പറഞ്ഞ വർത്താനം, ഇത് ഞാൻ പൂട്ടിക്കാനുള്ള പണി ഞാൻ ചെയ്യുമെന്നാണ് പറഞ്ഞു. ഏത് നാട്ടിൽ പണിക്ക് പോയാലും എന്നെ പിടിച്ചോണ്ട് വരും സന്ധ്യ നേരമാകുമ്പോൾ. എന്തുവാ പ്രസന്നെ വ്യഭിചാരം ചെയ്യണം, ഞാൻ പണിയെടുക്കുന്ന കാശ് ഓരോന്ന് പ്രസന്നയ്ക്ക് കൊണ്ടു കൊടുത്ത് മക്കളെ തീറ്റിച്ച് നല്ല കനമുള്ള ആൾക്കി വെക്കുകയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു.
ഓരോ പാണ്ടികൾ ചത്തത്, ഓരോ കാര്യങ്ങൾ. ഈ ഒരു 9 കൊലപാതകം ഇവിടെ നടന്നിട്ടുണ്ട്. ഒരു 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 കേസിന് പോലും പിടിക്കാത്ത കാരണം കൊണ്ടാണ് ഈ കീഴ്വായ്പൂർ പോലീസുകാർ ഒരു കേസിന് പോലും പിടിക്കാത്ത കാരണം കൊണ്ടാണ് ഇവരെ വളർത്തുന്നത്. എത്ര മോഷണങ്ങൾ, മാല പറിക്കുക, എത്ര കൊലപാതകങ്ങൾ, അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവർ നടത്തുന്നു. മന്ത്രവാദം ചെയ്താൽ കേസ് അന്വേഷിക്കത്തില്ല, ഒരു കാര്യവും അന്വേഷിക്കത്തില്ല. ഈ ഗീതാകുമാരി എന്ന് കേട്ട് കഴിഞ്ഞാൽ കീഴ്വായ്പുര പോലീസുകാർക്കും പത്തനംതിട്ട പോലീസുകാർക്കും തിരുവല്ല DVSP ഓഫീസിലെ പോലീസുകാർക്കും പേടിയാണ്. കാരണം എന്നാ, ആ ഈ കോൺഗ്രസിന്റെ നേതാവായ PJ കുര്യൻ സാറിന്റെ അടുത്ത് സാറാമ്മ ബിജു കരഞ്ഞുകൊണ്ട് ചെന്നായിരുന്നു. അവരെ തല്ലിയപ്പോൾ, റോഡിലിട്ട് തല്ലിയപ്പോൾ അന്നത്തെ SI ധർമ്മജിത്ത് എന്ന് പറഞ്ഞ ആളാണ് ഇരുന്നിരുന്നത്. ധർമ്മജിത്ത് സാറിനോട് കേക്കെ തന്നെ വിളിച്ചു പറഞ്ഞു. PJ കുര്യൻ സാറ് വിളിച്ചു പറഞ്ഞപ്പോൾ പറഞ്ഞത് ഇവരെ അറസ്റ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. എന്നിട്ടും അറസ്റ്റ് ചെയ്തില്ല. കാരണം എന്നാ, ആ പുള്ളിയുടെ PA ഒരു പെണ്ണുമ്പിള്ള വിളിച്ച് നിരന്തരം ഇവരെ സഹായിച്ചുകൊണ്ടിരുന്നു. ആ പെണ്ണുമ്പിള്ള എവിടെ പോയെന്നോ അല്ലെ ഞങ്ങൾ അവരെ ശല്യം ചെയ്യാനായിട്ടോ ഇന്നേ വരെ പോയിട്ടില്ല. അവർക്ക് തിരക്കാം. ഞങ്ങൾ എങ്ങനെ ഇതെല്ലാം മനസ്സിലാക്കിയെന്ന് ഞങ്ങൾ അന്ന് തൊട്ട് ആളെ ഇറക്കാൻ തുടങ്ങി, ഇതിൻ്റെ കാര്യം അറിയാൻ വേണ്ടി എന്താന്നുള്ളത്. പിന്നെ മനസ്സിലായി ഇത് വെറും ഏഴാങ്കൂലി കളിയാന്നുള്ളത്, വെറും വേശ്യ കളിയാന്നുള്ളത്. അങ്ങനെയാണ് ഈ കേസുകളെല്ലാം ഞങ്ങളുടെ കൈക്കൽ ഒതുങ്ങി നിൽക്കുന്നത്. ഞങ്ങൾ ഇനി എങ്ങോട്ടും പോകുന്നില്ല. പത്തനംതിട്ട SP ഓഫീസിന്റെ മുന്നാകെ ധരണയിരിക്കാനാണ് മാത്രമാണ് ആഗ്രഹം. കാര്യം ഹൈക്കോടതി കേസ് കൊടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ധരണ ഇരുന്നേ പറ്റത്തുള്ളൂ. അത് എത്ര കാലം കഴിഞ്ഞാലും ഞങ്ങളത് ചെയ്യും. എന്നെ ഇനി കൂടോത്തരം ചെയ്ത് മരണപ്പെട്ടാലും എൻ്റെ ആരെയും എൻ്റെ ജഡം പട്ടിയെ കുഴിച്ചിടുന്നതിനിട്ടിട്ടില്ല. ഒന്നിൽ എന്തെങ്കിലും മാർഗം ചെയ്യുന്ന രീതിയിൽ ചെയ്യണം, അടക്കം ചെയ്യരുത്. കാര്യം ഇവരുടെ ശാപം തീരാനായിട്ട് ഒരു മനുഷ്യജാതിക്കും പിറവി പിറന്നവരാരും ഇനി ചെയ്യരുത്. ഇതുപോലെ ഒരു തന്തെ കണി കണ്ടിട്ടുള്ള ആൾക്കാരാണെന്ന് ഇനിയെങ്കിലും ഈ തുരുത്തിക്കാട്ടി താമസിക്കുന്ന ആൾക്കാർ ചോദിച്ച് അവരെ മർദ്ദിക്കാൻ തുടങ്ങുക. കാര്യം നിങ്ങൾക്കും സന്താനങ്ങളുണ്ടല്ലോ. ഇനി നാളെയും ഓരോ സന്താനങ്ങൾ ചാകാതിരിക്കാൻ വേണ്ടി ഇവരെ അടിച്ചൊതുക്കാൻ എല്ലാ നാട്ടുകാരും ഒന്ന് കൂടിച്ചേരുക. അവർ വിളിക്കുന്നുണ്ട്, നിങ്ങൾ അടിക്കാനായിട്ടും വെട്ടാനായിട്ടും വന്നിട്ടുണ്ടല്ലോ, എന്തേലും ഇവർക്ക് കൊടുക്കാനുണ്ടോ എന്ന് തന്തയ്ക്ക് പിറന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളൊന്ന് ചോദിക്കുക. നാട് നീളെ ഞാൻ പോസ്റ്റർ ഒട്ടിച്ചു. ഇവർക്കെതിരെ എല്ലാ ചെയ്യേണ്ട കാര്യങ്ങളും ഞാൻ ചെയ്തു. എന്താണ് ഇവർക്ക് കൊടുക്കാനുള്ളത്? കടയിൽ നിന്ന് മേടിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് മേടിച്ചു കൊടുക്കുക. കാര്യം വല്ലവൻ്റെ അണ്ടിയോ വല്ലതും ആണെങ്കിൽ എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം എൻ്റെ അതിനുള്ള വലിയ അണ്ടിയൊന്നും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് നാണം കെടുത്ത ആൾക്കാരെ ഞാൻ ഇനി ദയവായി എന്നെ കൂടെ ജീവിക്കാൻ അനുവദിക്കുക. ഞാൻ യേശുദേവനല്ല, മറ്റുള്ള ഒരു ദേവനുമല്ല, ഞാൻ അട്ടപ്പാടി മധുവല്ല, ഞാൻ മത്തായി അല്ല. ഞാൻ ഇവിടുത്തെ നാട്ടിൽ വളർന്ന ഒരു ചെറുപ്പക്കാരനായ പയ്യനാണ്. ഞാൻ ആരെയും കട്ടുപിടി വെക്കാനോ അല്ലെ മറ്റുള്ള പരിപാടിക്കോ ഒന്നിനും പോകുന്നില്ല. ഇവർ ചെയ്തേച്ച് കുളിസിയും കണ്ടിട്ടും മറ്റേ ചെയ്തിട്ടും എൻ്റെ പേരും എൻ്റെ ചേട്ടൻ്റെ പേരും പറഞ്ഞാണ് ഇവർ ജീവിതം കഴിച്ചിരുന്നത്. കല്ലുപ്പാറയെന്ന് എൻ്റെ ഒരു ചേട്ടൻ കെട്ടിക്കൊണ്ടുവന്നു. എൻ്റെ ദൈവമേ, അങ്ങ് മാറി. പിന്നെ വിജയനച്ഛൻ അവരുടെ ആൾക്കാരങ്ങായി. കാര്യത്തോട് വരുമ്പം വിജയനച്ഛനില്ല. അടിയുണ്ടാക്കി കൊണ്ടുവിട്ട് കഴിഞ്ഞപ്പോൾ വിജയനച്ഛനില്ല. അങ്ങനെയുള്ള ആൾക്കാര്. അല്ലാത്ത കാര്യത്തിന് കേസ് കൊടുക്കാനും മറ്റുള്ള കാര്യത്തിനും വിജയനച്ഛനാണ് നേതാവ്. വിനീഷ് എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കും പറയണ്ടല്ലോ. പരിയാര സ്കൂളിൽ നിന്ന് ഒന്നും അറിയാതെ നല്ല ചക്കരക്കൂട്ടനായിട്ട് പിടിച്ചതാണ്. ഒരു 2 കുടുംബം ആ പന്നം കാരണം കൊണ്ട് തകർന്നേക്കുന്നു. ഓർക്കുക നിങ്ങൾ ഏതൊക്കെ കുടുംബമാണെന്നുള്ളത് ഞാൻ പറയണ്ടല്ലോ. കൂടോത്രം ചെയ്ത കാര്യങ്ങൾ പോലീസ് വന്ന് ആ ചട്ടിയും കൊണ്ട് പോയതല്ലാതെ ഇവർക്കെതിരെ കേസ് എടുത്തിട്ടില്ല. അതെന്തുവാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. എല്ലാ കാര്യത്തിനും അറിയിച്ച് ഞങ്ങൾ ഹൈക്കോടതിയെ ബന്ധപ്പെട്ട് FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞ് പേപ്പർ തന്നതാണ് ഞങ്ങൾക്ക്. ഇതുവരെ കോടതി തിരിച്ചു ചോദിക്കുകയോ എന്താവാന്നുള്ളത് പോലീസുകാർ ഞങ്ങൾക്ക് FIR ഇട്ട് തന്നിട്ടില്ല, ഞങ്ങളുടെ കൈ തന്നിട്ടില്ല. ഭയങ്കര നിയമമായിരുന്നു. അടിച്ച കേസിന്, അതായത് സാറാമ്മ ബിജുവിനെയും രാജേഷിനെയും റോഡിലിട്ട് അടിച്ച കേസിന് 2 FIR. ഒന്ന് തിരുവല്ല കോടതി കൊടുത്തേക്കുന്ന എൻ്റെ പേര് വെച്ച്. അല്ലാതെ ഞങ്ങളുടെ കയ്യിരിക്കുന്ന FIR-നകത്ത് സാറാമ്മ ബിജുവിൻ്റെ പേരുണ്ട്. പക്ഷേങ്കിൽ കോടതി കൊടുത്ത കേസിനകത്ത്
FIR-നകത്ത് എൻ്റെ പേര് മാത്രമേ ഉള്ളൂ. അത് അത് തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ആരെയാ രക്ഷിക്കാനുള്ളത്? പോലീസുകാർ ചെയ്തു കൊടുക്കുന്ന വേല അത് നിങ്ങൾ മനസ്സിലാക്കുക. തിരുവല്ല കോടതി വാദം നടക്കാനായിട്ട് വിളിക്കുന്നുണ്ട്, കോടതി വരത്തില്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കത് ഭാഗ്യമാണ്. ഈ FIR കൊണ്ടു കൊടുക്കാമെങ്കിൽ ബാക്കിയോട് നടന്നോളൂല്ലോ. ശ്രീജിത്തിൻ്റെ ഒരു ഭാര്യ എന്ന് പറയുന്നവള് കഞ്ചാവ് കച്ചവടത്തിൽ കൂടിയിട്ട് ഒരു നൂലുമായിട്ട് വന്നിരുന്നു. കൂടത്തരം ചെയ്യുന്ന ആൾക്കാരല്ല, മാന്യ ആൾക്കാർ. പിന്നെ ഒരു തേങ്ങ ഞങ്ങളുടെ അയ്യത്ത് കൊണ്ടിട്ടിരുന്നു. അത് അമ്മ തീ ഇടാൻ നേരമായപ്പോഴത്തേക്ക് തീ കൂടുന്ന കണ്ടപ്പോഴത്തേക്ക് ആ തേങ്ങ എടുത്തോണ്ട് ഒറ്റ ഓട്ടം. ഇത് കൂടത്തരം ചെയ്യുന്നതല്ല, നല്ല ആൾക്കാരാ. വേറൊരുത്തിയുണ്ട്, ഈ പ്രീത്ത് എന്ന് പറയുന്ന ഇളയവൻ, പ്രശാന്ത് എന്ന് പറയുന്ന മൂത്തവൻ എങ്ങാണ്ടൊന്ന് വഴിയിൽ നിന്ന് എങ്ങാണ്ടൊന്നൊരു പട്ടിയെ കൊണ്ടുവരുന്നതിനോട്ട് ഒരു പെണ്ണുമ്പിളെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ആ ആ നല്ല ഇതായിട്ടാണ്. പക്ഷെ അവരുടെ കല്യാണ ഫോട്ടോയും കാര്യങ്ങളും ഡീറ്റെയിലുകളും ഒന്നും ചോദിക്കരുത്, പറയരുത്. മറ്റുള്ളവരെല്ലാം പരാതി കൊണ്ട് കൊടുക്കുമ്പോൾ എല്ലാത്തിനകത്ത് നല്ല ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നു. ഈ ചാവാലികൾ മാത്രമേ ഉള്ളൂ നല്ല എല്ലാം തികഞ്ഞ ആൾക്കാരെ എവിടെയെങ്കിലും നല്ലതായിട്ട് ഒരു വേശ്യാലയം പണിത് കൊടുത്ത് നല്ലതായിട്ട്, അല്ല ഞങ്ങളുടെ വീട് സ്ഥലവും വിട്ടുതരാം. പക്ഷെ വേശ്യാലയമായിട്ട് പ്രഖ്യാപിക്കണം. കല്ലൂപ്പാറ പഞ്ചായത്തും കൂടി ചേർന്ന്, മല്ലപ്പള്ളി താലൂക്ക് കൂടി ചേർന്ന്, തിരുവല്ല മുനിസിപ്പൽ കോടതി എല്ലാം കൂടെ കൂടി ചേർന്ന്. കാര്യം ഒരു ഇച്ചിരി പൈസ അടയ്ക്കാനായിട്ട് ബാങ്കിൽ പണയം വെച്ചായിരുന്നു. അതായത് വർക്ക്ഷോപ്പ് ഇട്ട് ജീവിതമാർഗം ഉണ്ടാക്കാൻ വേണ്ടി വർക്ക്ഷോപ്പ് ഇട്ടാനായിട്ട് പണയം വെച്ചായിരുന്നു. എൻ്റെ ചേട്ടൻ്റെ ആൾക്കാരെ എല്ലാം കൂട്ടിച്ചേർത്ത് ഇവരെ അങ്ങ് ആയിക്കോട്ടെ. അതിൻ്റെ ഞാൻ എന്ന് പറയുന്ന എൻ്റെ അമ്മയും രാജേഷും എന്നും പറയുന്ന ആളും കൂടെ ആ മലയിൽ നിന്ന് അങ്ങ് ഇറങ്ങാം. പക്ഷെ കീഴ്വായ്പൂർ പോലീസ് സ്റ്റേഷൻ വേശ്യാലയമാക്കാൻ പറ്റത്തില്ലെന്ന് പൂർണ്ണമായിട്ട് എഴുതി തരണം. ഈ മല വേശ്യാലയമായിട്ട് പ്രഖ്യാപിക്കുന്നു എന്ന് വരുത്തണം. കാര്യം ഒരു ബോർഡും വെക്കണം, രണ്ട് സൈഡിലും വഴി എല്ലാം വെട്ടി നല്ലതായിട്ട്. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഞങ്ങൾ ആ മല താമസിക്കാൻ വേണ്ടി കറണ്ട് എടുത്തു, വെള്ളം എടുത്തു, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അന്നേരം പിന്നെ ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല. എന്നാലും നല്ലൊരു ഇതുമാകും, പേരുമാകും. മർത്തോമ പള്ളിക്കാർക്കും എല്ലാ ആൾക്കാർക്കും പേര് മാറിക്കിട്ടും. കാര്യം ചെറിയ സെറ്റ് ആൾക്കാരുടെ വീഡിയോ ഒന്നും വരത്തുമില്ല. ഞാൻ അന്നേരം എല്ലാം സഹിച്ചോളുകയും ചെയ്യാം. ഈ ചാവാലിയുടെ വർത്തമാനം കേട്ടോണ്ട് ആരേലും ഏതേലും രാഷ്ട്രീയക്കാരോ ഏതേലും ഗുണ്ടകളോ എന്നെ കൊല്ലാൻ നോക്കിയാലും വെറുതെയാ. ഈ സീഡികളിൽ കാര്യങ്ങളും പെൺഡ്രൈവിനകത്ത് ആക്കിയ കാര്യങ്ങളും എല്ലാം എൻ്റെ കയ്യിലല്ല ഇരിക്കുന്നത്, വേറെ പലരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന ചില ഷോർട്ട് വീഡിയോകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ കൊന്നാലും ഇത് എന്ന് കൂടിയ പകലായാലും ഇത് തെളിയുക തന്നെ ചെയ്യും. ഒരു ദിവസം പത്രങ്ങളിലും എല്ലാത്തിനകത്തും വരും. ഞങ്ങൾ പത്രം കൊടുക്കാനായിട്ട് പത്തനംതിട്ടയിൽ പോയതാ. അന്ന് വേറൊരു മല്ലപ്പള്ളിലുള്ള ഒരു പുള്ളിക്കാരൻ, ആ പുള്ളിയാണ് ഇതിന് ഇടങ്കോലിട്ടത്, ഇടില്ലെന്ന്. ആ രാഷ്ട്രീയം മിനിഞ്ഞാന്ന് ഞാൻ കണ്ടു മല്ലപ്പള്ളി വെച്ച് ആ ആളിനോട്. അന്നേരം പറഞ്ഞ് കഴിക്കാൻ പോവാന്ന്. ആ ആള് ഇടനില നിന്നില്ലായിരുന്നെങ്കിൽ ആ ആൾക്ക് സംസാരിക്കാൻ, അതായത് ഞങ്ങൾക്ക് അന്നത്തെ കാലത്ത് സംസാരിക്കാൻ പേടിയാന്നുള്ള ആ മൈൻഡ്, അതായത് പത്രക്കാരോട് സംസാരിക്കാൻ അറിയത്തില്ല, ആ മൈൻഡ് പുള്ളിക്ക് അറിയാവുന്നതുകൊണ്ട് പുള്ളി അത് മുതലെടുത്തു, ആ സംസാര രീതി. ഇപ്പം എല്ലാവർക്കും നല്ല രീതിയിൽ ക്യാമറയുടെ മുന്നിലും എല്ലാ രീതിയിലും വരാനും സംസാരിക്കാനും അറിയാം. കാര്യം എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള വ്യക്തതയുള്ളത് കൊണ്ട് മാത്രം. പക്ഷെ അന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല എന്താണ് കാര്യമെന്നുള്ളത്.